ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ഒക്ടോബർ 10. അപ്പോൾ നമ്മൾ സർപ്രൈസ് കേക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർപ്രൈസിനെ പറ്റി ഇപ്പച്ചി തന്നെ അഭിപ്രായം പറയട്ടോ. ഇപ്പച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, ഇപ്പച്ചിക്കും പോലെ ഓർമ്മയില്ല. അപ്പോൾ പിന്നെ ഞാനാണ് ഇപ്പച്ചിക്ക് ഗിഫ്റ്റ് ഫസ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പച്ചിയും ഫസ്റ്റ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. താത്താക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അവൾ വീഡിയോ എടുക്കണ്ട പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ ഇത്ര സാധനങ്ങളാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വാഷിംഗ് ക്രീമും പിന്നെ ഒരു സെൻറ്റും ഒരു പേഴ്സും. എനിക്ക് പറ്റുന്ന അത്ര ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി ഇപ്പച്ചി അതിലാട്ടിലും വലിയൊരു ഗിഫ്റ്റ് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ആ വലിയ കേക്ക് നമ്മൾ ഇവിടെ നിന്നല്ല കട്ട് ചെയ്തത്, ചെറിയ കേക്കാണ്. ആ ബട്ടർഫ്ലൈ ടീമിൽ വെച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്തത്. കാരണം മറ്റേത് ഇപ്പച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ പോയക്കടവൊക്കെ മീനൊക്കെ പൊളിച്ച് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഒരു പൂക്കോട്ടുമണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു പാലത്തിൻ്റെ അടിക്കാട്ട് നമ്മൾ പോയത്. നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് പോയി. ഓൾക്ക് ആർക്കും അറിയില്ല കേട്ടോ ഇപ്പച്ചിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പ്രശസ്ത കുക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് പ്രശസ്ത കുക്ക് അജ്മൽ ഷാ. അപ്പോൾ അജ്മൽ ഷാൻ്റെ ചെറിയ കുട്ടിയാണിതാ. പിന്നെ അത് കരിഞ്ഞു, നാസായി, കുളമായി, ചളവാക്കി കുളവാക്കി. അപ്പോൾ പിന്നെ ഇപ്പം ഓല് മീനൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തോട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ അവിടെ നോക്കിയിരുന്നു. പിന്നെ ആ മണലിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ നല്ല രസമായിരുന്നു അവിടെ. പിന്നെ ഇപ്പിച്ച് ക്യാമ്പ് ഫയറൊക്കെ കത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒരുപാട് കമ്പും ചുള്ളിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ ചാക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇങ്ങനെ കത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ കത്തും പിന്നെയും കേടും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ ലേറ്റ് അടിച്ച് നിന്നു. അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ പിന്നെ ഒരു അവിടെ മസാല വയ്ക്കണ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. പൊന്നിന്റെ മുന്നിൽ എപ്പോഴും മുടിയൊക്കെ വാരുന്ന പൗഡറും കൺമേശൊക്കെ ഇട്ടിക്കണം. ഇവിടെ എപ്പോഴും എടുത്ത് യൂട്യൂബിൽ ഇടാൻ പറ്റൂല, വൈറലാക്കെന്ന് പറയാൻ പറ്റൂല. അപ്പം നമ്മുടെ എക്സ്പെരിമെൻ്റ് സക്സസ് ആയി. നമ്മുടെ ക്യാമ്പ് ഫയർ കത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ പിന്നെ നമ്മൾ വറകും ചകിരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സജ്ജനേനും കൂട്ടി ഇങ്ങനെ നടക്കട്ടോ. അപ്പോൾ കുറേ ചകിരി സാധനങ്ങളൊക്കെ കിട്ടിട്ടോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കത്തിക്കണത്. പിന്നെയാണ് നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഇപ്പച്ചിൻ്റെ തൊള്ളേക്ക് തിരികെ കയറ്റിയൊക്കെ കൊടുത്തു. എല്ലാവരും കൊടുത്തു, നല്ല രസമായിരുന്നു. അപ്പോൾ ഇതുവരെ ഇപ്പച്ചിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ കേക്ക് ഇതായി കാലിയായത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാവരും തിരിഞ്ഞ് വേഗം തീർത്തു കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വിറകൊണ്ട് ക്യാമ്പ് ഫയറൊക്കെ അടിപൊളിയായിട്ട് കത്തി. ഇത് പിന്നെ ഐശ്വൻ്റെ ഒപ്പം കളിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പ്രശസ്ത കുക്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ എക്സ്പെരിമെൻ്റ്. ഇതിനൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. മറ്റേ റോബസ്റ്റ് പായ എടുത്ത് എണ്ണയിലിടുന്ന പിരാന്താണ്. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഭൂകമ്പാവോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം അത് അവിടുന്ന് കോഴിയൊക്കെ എടുത്ത് തിന്ന് നോക്കി. ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കോളായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്